ഹലോ. ഇന്ന് ചായയും വാങ്ങിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി കേട്ടോ. ചായക്കട നല്ല തിരക്കുണ്ട്. അപ്പൊ പിന്നെ ചായക്കട ഇറക്കി വിട്ടു. ഇറക്കി വിട്ടൊന്നുമല്ല, അവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഞാൻ ചായ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോഴാ ഒരു കാര്യം ആലോചിച്ചത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് ചോറുണ്ടെന്ന് കിടന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പിന്നെ ഇപ്പൊ വേറെ ഒരു പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ഇന്ന് പറഞ്ഞ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പറഞ്ഞു നമുക്ക് ചായ കുടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാനായിട്ട് രണ്ടുപേരൂടെ ഇറങ്ങിയതാ. അപ്പോഴാ ഒരു കാര്യം ആലോചിച്ചതേ. ഇപ്പൊ നമ്മള് മിക്ക ദിവസങ്ങളിലും നമ്മള് വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ചായ കുടിക്കാനായിട്ട് പോകും. അതിനകത്ത് നമുക്കൊരു ചായ കുടിക്കാനായിട്ട് ഇന്നടുത്ത് പോയാലോ, നമുക്ക് കുറെ സെലക്റ്റീവ് കടകളൊക്കെ ഉണ്ടാവും അല്ലേ? ഗൾഫിലാണേലും അതെ, നാട്ടിലാണേലും ചില കടകളുണ്ടാവും. പണ്ടൊക്കെയോ പണ്ടൊക്കെയോ പണ്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ പോകുന്ന അമ്മയുടെയോ വഴിക്ക് അപ്പൂപ്പന്റെ അമ്മയുടെ കൂടെ പോയ ഒരു ചായ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നോ, ചീത്ത വിളിച്ച് കൊല്ലത്തില്ലയോ. വീട്ടിൽ നിന്ന് എന്താ ആലോചിച്ചിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് ചായക്കട ഉണ്ടെങ്കിൽ ആ, ഒരു ചായ ഞാൻ പറയും വേണ്ടെന്ന് ആ, അച്ഛൻ്റെ കൂടെ പോവുകയാണെങ്കിൽ. കാരണം എന്ന് പറഞ്ഞാൽ ചായ മാത്രമേ കിട്ടൂ. ആ. അതിന്റെ വേറെ അന്നില്ല പപ്പട ടേസ്റ്റ് പൊളിയും, അല്ല പപ്പട പൊടി എന്തോ മടക്ക് സാധനം, അങ്ങനെ നെയ്യപ്പം ഒക്കെ നല്ല അമ്മയുടെ അടിപൊളി. കൂടെ പോയി കഴിഞ്ഞാൽ നെയ്യപ്പൊക്കെ വാങ്ങിച്ചു തരും. അത് തന്നെയല്ല, അന്നൊക്കെ ചായ കുടിക്കാൻ നമ്മള് ധൃതിയിലല്ലേ, വേഗം കുടിക്കുക പറഞ്ഞ് ഉം. വെപ്രാളപ്പെട്ട് കുടിപ്പിച്ച്. അല്ല, വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയായിരിക്കും നമ്മൾ പുറത്തുനിന്ന് ചായ കുടിക്കുന്നത്. വീട്ടിൽ നിന്നായിരിക്കുമല്ലോ സാധാരണ. വെപ്രാളപ്പെടുത്തി ആ, അത് ചൂടോടെ തീയോടെ വായോടൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. പക്ഷെ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ്. അതായത് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേര് പോലും അവരുടെ ഒരു ചായ ടൈം കൂടി ഒരു ആഘോഷമാക്കും. ആഘോഷമാക്കിയിട്ടുണ്ട്. കിലോമീറ്ററുകൾ താണ്ടിയാ പോകുന്നത് ചായ കുടിക്കാൻ. വളരെ ഒരർത്ഥത്തില് വളരെ നല്ലതാണ്. പിള്ളേർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പഴയ ഒരു കാര്യമായ ചായ കുടിക്കാൻ അന്ന് കാലത്ത് ഇല്ലാത്ത ഒരു ഉം. ഇമ്പോർട്ടൻസ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ താണ്ടിയാണ്. എത്ര ചെറുപ്പക്കാരായത് ഉം. വയസ്സെന്നവരാണേലും ചായ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ചായ എൻജോയ് ചെയ്യാറല്ലേ? പക്ഷെ ഇപ്പൊ നമ്മൾ ചായയുടെ വീഡിയോ ഇടുമ്പോൾ പലരും പറയാറുണ്ട്, ചായ ഇങ്ങനെ ഒത്തിരി കുടിക്കരുത്, ഉം. അല്ലെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കുക, അല്ലെങ്കിൽ പാൽ ഉപയോഗം. നമ്മൾ ഒരു ദിവസം 2 ചായയാ കുടിക്കുന്നത്. അത് മിക്കവാറും രാവിലത്തെ സ്കിപ്പായി പോകും. പിന്നെ വൈകിട്ട് നോർമലി കുടിക്കും. പിന്നെ ഈ വീക്കെൻഡ്സുകളൊക്കെ ചായ കുടിക്കുക എന്ന് പറയുന്നത് ഒരു ഞങ്ങൾക്ക് സുഖം. ഒരു സുഖമാണ്. അപ്പൊ കൂട്ടുകാരുമായിട്ട് പോയിട്ട് ചായ കുടിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോയി ഒരു ചായ കുടിച്ചാലും. അപ്പൊ ചായ കുടിക്ക് പണ്ടത്തേനേക്കാൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ലാണ്ടായി. അതാ, ചായ കുടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചായ കുടി എന്നുള്ള ആ ഒരു ആവശ്യമല്ലാതെ നമ്മുടെ ബന്ധങ്ങൾ പുതുക്കാനുള്ളതും ഒരു നമ്മുടെ ഒരു കൂടിക്കാഴ്ചയ്ക്കും കൂടിക്കാഴ്ചക്ക്. ഒരു സൗഹൃദത്തിന്റെ ഒരു ബലത്തിനും ഒക്കെ ഒരു ചായ കുടിക്കാൻ പോയാലോ എന്ന് പറയുമ്പം നമ്മളൊരു ആ ഒരു ആത്മാർത്ഥതയാണ് അതിനകത്ത് കാണുന്നത്. നീ കൂടെ വരുന്ന ഒരു ചായ കുടിക്കാനെന്ന് പറയുമ്പോൾ ചായയല്ല, ചായയുടെ വിലയോ അല്ലെങ്കിൽ ചായയുടെ പ്രാധാന്യമോ അല്ല അവിടെ.